17 പദ്ധതികളാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ തയ്യാറാക്കിയ രേഖയിലുള്ളത്. അത് വായിച്ചു കഴിയുമ്പോഴേക്കും 3 മിനിറ്റ് കഴിയും. അപ്പോൾ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ വിശദീകരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ എക്കാലത്തും കഴിഞ്ഞ 10-20 വർഷമായിട്ട് എക്കാലത്തും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, SSLC പരീക്ഷ പാസ്സായ മുഴുവനും വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള +2 ബാച്ചുകൾ +2 സീറ്റുകൾ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം പോലും ആ വിഷയം നിലനിൽക്കുന്നു, അതിനുവേണ്ടി മുറവിളി ഉണ്ടാകുന്നു. അതുകൊണ്ട് വളരെ സമഗ്രമായ പഠനം ഈ വിഷയത്തിലുണ്ടാകണം. SSLC പരീക്ഷ എഴുതി SSLC പരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികൾ എത്രയാണെന്ന് കണ്ടെത്തി അവർക്ക് ആവശ്യത്തിനുള്ള സീറ്റുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. എന്ന് വെച്ചാൽ SSLC കഴിഞ്ഞ സീറ്റ് കിട്ടുമോ എന്ന ആശങ്ക ഒഴിവാക്കുക, എല്ലാ കുട്ടികൾക്കും തുടർ പഠനാവകാശം ഉറപ്പാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എൻ്റെ മുൻ പ്രാസംഗികർ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. നമ്മുടെ എത്രയോ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് കോളേജ്, സർക്കാർ കോളേജ്. നമുക്കറിയാം നമ്മുടെ പ്രശ്നം എക്കാലത്തും കോളേജിൻ്റെ കാര്യം പറയുമ്പോൾ EMEA കോളേജ് നമ്മുടെ മണ്ഡലത്തിലുള്ള കോളേജാണ്. അതുകൊണ്ട് ആ കോളേജ് ഉള്ളതിനാൽ മറ്റൊരു കോളേജിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു സംശയമാണ്. രണ്ടാമത്തെ പ്രശ്നം, അതിന് ഉചിതമായ സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഏകദേശം സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. സ്കൂള് അനുവദിക്കാനുള്ള സർക്കാരിൻ്റെ നിലപാട് ഏകദേശം വ്യക്തമാണ്. MLA അതിൽ വളരെ ശ്രദ്ധ നൽകുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ സ്കൂള് ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ, സർക്കാർ കോളേജ് ഉണ്ടായിരിക്കും. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം, നമ്മൾ നേരത്തെ മുൻ പ്രാസംഗികർ വീണ്ടും പറഞ്ഞ അതേ കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. മലബാറിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് നിലനിൽക്കുന്ന മണ്ഡലമാണ് വള്ളിക്കുന്ന്. ആ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന പഞ്ചായത്തിലാണ് നമ്മൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കൂടുതൽ ജനകീയവൽക്കരിക്കുകയും ജനങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ആവശ്യം. അതിന് മറ്റ് കോളേജ് കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ സ്കിൽ ഹബ്ബ് എന്ന് വളരെ കൃത്യമായ ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ സ്കിൽ ഹബ്ബിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ്, IT മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് GST, ഗ്രാഫിക് ഡിസൈൻ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, ഫിഷറീസ് റിലേറ്റഡ് സ്കിൽസ്, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. പഴയ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ എക്കണോമിക്സും കോമേഴ്സും കെമിസ്ട്രിയും ഫിസിക്സും സയൻസും എന്നൊക്കെ മാറി ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ സംവിധാനം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ എടുക്കുന്നതിനോടൊപ്പം അതിന് വേണ്ട ഒരു ഹബ്ബ്, സ്കിൽ ഹബ്ബ് യൂണിവേഴ്സിറ്റിയുമായി റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ആരംഭിക്കാനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കുന്നു. നാലാമത്തെ വിഷയം, ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ. ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു മോഡൽ ഹൈസ്കൂളാണ്. 40-45 വർഷം മുമ്പേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായ ഹൈസ്കൂളാണ്. ഞാനും അയ്യപ്പൻ കോഹിനൂരൊക്കെ പഠിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ഈ മോഡൽ ഹൈസ്കൂളിൽ നിലവിൽ വന്നതാണ്. പക്ഷേ ആ മോഡൽ ഹൈസ്കൂളിന് പുറമെ മറ്റൊരു മോഡൽ ഹൈസ്കൂൾ കൂടി സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മോഡൽ ഹൈസ്കൂളിൽ എല്ലാവിധ സൗകര്യങ്ങളും, സ്മാർട്ട് ക്ലാസ് റൂം മുതൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, ലാംഗ്വേജ് ഹബ്ബ്, കാരിയർ ഗൈഡൻസ് സെൻ്റർ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുള്ള നമുക്ക് ഒരു മോഡലായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു മോഡൽ ഹൈസ്കൂള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂളിന് പുറമെ
ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ ഉള്ളത് പ്രീ പ്രൈമറി ക്രിയേറ്റീവ് ലേണിംഗ് സെൻറ്റർ. അത് വളരെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള പദ്ധതികൾ, എന്താ പറയുക, ഇപ്പോൾ കിൻഡർ ഗാർഡൻ, നമ്മൾ പറയാം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിവൃത്തിയൊന്നുമില്ല. ഇത് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ബുക്ക് വായിച്ചോടുക. 3 മിനിറ്റ് കൊണ്ട് തീരില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കും. പിന്നെ ഉള്ളത് സ്ട്രീം എഡ്യൂക്കേഷൻ ഹബ്ബ്, അഡൽട്ട് ടിങ്കറിംഗ് ലാബ്. അതൊക്കെ ഈ നേരത്തെ പറഞ്ഞ ലാബുകൾ, മറ്റേ പദ്ധതികളുടെ കൂടെയുള്ള വളരെ വിശദമായി തന്നെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതൊന്നും പറയാൻ നമ്മുടെ അധ്യക്ഷൻ സമ്മതിക്കുന്നില്ല. എനിക്കൊരൊറ്റ വാചകം മാത്രം ഞാൻ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. ഈ AI ബന്ധപ്പെട്ട്, AI എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ പത്രങ്ങളിലും മാസികകളിലും വീഡിയോകളിലും റീലുകളിലും മാത്രം കാണുന്ന വാക്കാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഒരു 30 വയസ്സിന് മേലെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും AI എന്ന് എന്താണെന്ന് അറിയില്ല. നമ്മുടെ എല്ലാ ഫോണിൽ AI ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഈ AI എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും എളുപ്പമാക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ലഘൂകരിക്കാൻ ഉപകരിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ്. കമ്പ്യൂട്ടർ 25, 30, 40 കൊല്ലം മുമ്പേ എന്ത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയോ അതിൻ്റെ ഒരു പുതിയ എക്സ്റ്റൻഷനാണ് AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും AIയിൽ ഡാറ്റ വെച്ചിട്ട് അവർ നൽകുന്നതായിരിക്കും. ആ AI എന്ന് പറയുന്നത് പുതിയ നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്ന വലിയൊരു ശാസ്ത്രശാഖയാണ്. ഈ AIയുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഫോക്കസ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ ഡിജിറ്റൽ ഡീടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുട്ടികൾ ഉൾപ്പെടെ നമ്മളുൾപ്പെടെ നമ്മുടെ എല്ലാവരും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നമ്മൾ ചെലുത്തുന്ന സമയമാണ്. 2 മണിക്കൂർ 2.5 മണിക്കൂർ ആണ് ഒരു സാമാന്യം നമുക്ക് നീക്കി വയ്ക്കാവുന്ന മൊബൈൽ ഫോണിന് വേണ്ടി നീക്കി വയ്ക്കാവുന്ന ഒരു ദിവസത്തെ സമയം. പക്ഷേ പലരും 5ഉം 8ഉം മണിക്കൂറുകളിലേക്ക് കിടക്കുന്നു. നമ്മുടെ അധ്യക്ഷൻ എഴുന്നേറ്റു. ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. തീരദേശവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ BRC കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, ഗ്രീൻ ക്യാമ്പസ്, നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളിലേക്കൊന്നും ഞാൻ കടക്കുന്നതിന് മുമ്പേ ഒരു സമഗ്ര വിദ്യാഭ്യാസ സെമിനാറും അതുമായുള്ള പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനുവേണ്ട എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.